ഹായ്, പൊതുവെ ഹൊറർ മൂവീസിൽ നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഹൊറർ ഫാക്ടറാണ് എന്തെങ്കിലും ജംസ്കേഴ്സ് കാരണമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കാണുന്ന പ്രേക്ഷകരിൽ ഒരു ഭീതി ജനിപ്പിക്കുന്ന രീതി. എന്നാൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഫിലിം ഇറ്റ് ഡസൻ വാണ്ട് ടു സ്കെയർ യു, ഇറ്റ് വാണ്ട് ടു ഡിസ്റ്റർബ് യു ആൻഡ് സ്റ്റേ വിത്ത് യു ഫോർ എവർ. ഒരു കുടുംബത്തിൽ അരങ്ങേറുന്ന വലിയൊരു ട്രോമ, അതേ തുടർന്നുണ്ടാകുന്ന ഗ്രീഫ് ആൻഡ് ആഫ്റ്റർ എഫക്ട്സ്, ഈ രണ്ട് എലിമെന്റ്സും കമ്പൈൻ ചെയ്ത് വലിയൊരു ഭീകരാന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിം കഥ പറയുന്നത്. ചിത്രത്തിന്റെ ഒരു സ്പോയിലർ ഫ്രീ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരടങ്ങുന്ന ഒരു കുടുംബം, സ്റ്റീവ് ആനി ദമ്പതികൾ, അവരുടെ മകൻ പീറ്റർ, മകൾ ചാർലി, പിന്നെ ആനിയുടെ അമ്മ യലൻ. ഈ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു മരണം, പ്രായാധിക്യം ചെന്ന ആനിയുടെ അമ്മ യലൻ മരണപ്പെടുന്നു. എന്നാൽ ആ ഒരു മരണം അത് എല്ലാത്തിന്റെയും ഒരു തുടക്കമായി മാറുകയായിരുന്നു. വലിയൊരു ട്രോമയിൽ നിന്നും റിക്കവർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫാമിലിയെ പിന്നീട് കാത്തിരുന്നത് അവരുടെ കുടുംബത്തിൽ തന്നെ മറന്നു കിടന്നിരുന്ന ഭീതിപ്പെടുത്തുന്ന അത്രയും ഞെട്ടിക്കുന്ന രഹസ്യങ്ങളിലേക്കായിരുന്നു. മരണാനന്തര ചടങ്ങുകൾ നടന്നതിന് ശേഷം അന്ന് രാത്രി മയങ്ങാൻ നേരം മകളായിട്ടുള്ള ചാർലി അമ്മ ആനിയോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. മുത്തശ്ശി അവളുടെ കൂടെ പറയുമായിരുന്നു, അവൾക്ക് പകരം ഒരു ആൺകുഞ്ഞ് ജനിക്കാനായിട്ടത്രേ അവർ ആഗ്രഹിച്ചിരുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംസാരത്തിന്റെ ഗതി മാറുന്നതും സാഹചര്യങ്ങൾ ഓരോന്നായി റിവീൽ ചെയ്യപ്പെടുമ്പോൾ തന്നെ അത് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ. കണ്ടു കഴിഞ്ഞാൽ ദിവസങ്ങളോളം മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന വല്ലാത്തൊരു പടം. അപ്പോ വ്യത്യസ്തമായിട്ടൊരു ഹൊറർ ഫിലിം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഈ ഒരു ഫിലിം നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കണ്ടു കഴിഞ്ഞ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. Peace out.